വിഘ്നേശ്വരായ നമഃ. ഓം നമഃശിവായ. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചിട്ടാണ്. ശുക്രൻ തൻ്റെ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിൽ നിന്നും കാറ്റ് രാശിയായ അല്ലെങ്കിൽ വായു രാശിയായ ബുധൻ്റെ വീടായ മിഥുനത്തിൽ സംക്രമിക്കുന്നു. ഇത് എന്നാണെന്ന് വെച്ചാൽ 2024 ജൂൺ 12 ബുധനാഴ്ച രാത്രി 10:07 മുതൽ ജൂലൈ 7 വരെ ബുധൻ്റെ വീടായ മിഥുനത്തിൽ സംക്രമിക്കുന്നു. മിഥുനം ശുക്രൻ്റെ മിത്രരാശിയാണ്. അതൊരു ഇരട്ട രാശിയാണെന്നും പറയാം. ആശയവിനിമയം, ബിസിനസ്, അക്കൗണ്ട്സ്, ബുദ്ധിസാമർഥ്യം എന്നിവയെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ബുധൻ. അതുപോലെ തന്നെ മിഥുനൻ രാശിയുടെ അധിപതി കൂടിയാണ് ബുധൻ. ശുക്രന് മിഥുനൻ രാശി സുഖപ്രദമായ സഞ്ചാരമാണ് നൽകുന്നത്. സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, പ്രണയം, മോഹം, കാമം, ആഡംബരം, വാഹനം, വീട് മുതലായവയെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ മിഥുനൻ രാശിയിൽ ശുക്രൻ്റെ സഞ്ചാരം തുടങ്ങുമ്പോൾ ബന്ധങ്ങൾക്ക്, പ്രത്യേകിച്ച് പ്രണയത്തിന് സാധ്യത കൂടുതലായിരിക്കും. മനസ്സിന് സന്തോഷം പകരുന്നതും പുതുമയുള്ള കാര്യങ്ങൾ തേടി പോകാനുമുള്ള ഊർജമായിരിക്കും ശുക്രൻ ഈ രാശിയിലൂടെ പ്രദാനം ചെയ്യുന്നത്. ഉല്ലാസം, വിനോദം ഇതിനൊക്കെ മുൻതൂക്കമുണ്ടാകും. ശുക്രൻ്റെ മിഥുനൻ രാശിയിലെ സഞ്ചാരം ഓരോ രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം. അതിനു മുൻപായി പ്രേക്ഷകരോടൊരു അപേക്ഷയുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരും ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു പൊതുവായ ഫലമാണ്. നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ശുക്രദശ നടക്കുന്നവരും ശുക്രൻ ജാതകത്തിൽ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നവർക്കും ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഗോചരഫലങ്ങൾ 20 അല്ലെങ്കിൽ 25% മാത്രമേ ഫലങ്ങൾ നൽകുകയുള്ളൂ. നിങ്ങളുടെ ജനനകാല ഗ്രഹങ്ങളുടെ സ്ഥാനവും ദശാഭുക്തിയുമായിരിക്കും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഗോചര സഞ്ചാരം അതിനൊരു സപ്പോർട്ട് മാത്രമേ നൽകുന്നുള്ളൂ. ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുക്രൻ്റെ രാശിമാറ്റ ഫലം എന്താണെന്ന് നോക്കാം. ആദ്യം മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം ചേരുന്ന മേടൻ രാശിക്ക് ശുക്രൻ 2ഉം 7ഉം ഭാവാധിപതിയാണ്. 3-ലെ ശുക്രൻ്റെ സഞ്ചാരം സ്ത്രീകൾ മുഖാന്തരം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് സഹോദരിമാരുണ്ടെങ്കിൽ അവരുമായി എന്തെങ്കിലും രീതിയിലുള്ള കലഹങ്ങളോ വാഗ്വാദങ്ങളോ ഒക്കെ ഉണ്ടാകാം. അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. നിങ്ങളുടെ സംസാരം ആകർഷണീയമായി തോന്നുന്നതിനാൽ എതിർ ലിംഗത്തിൽപ്പെട്ടവർ നിങ്ങളിൽ ആകൃഷ്ടരാകും. കലാരംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയമായിരിക്കും. സെയിൽസ്, RJ, അധ്യാപകർ എന്നിവർക്ക് തൊഴിൽ നേട്ടമുണ്ടാകുന്നതാണ്. കവിത, കഥാരചന മേഖലയിൽ മുഴുകിയിരിക്കുന്നവർക്ക് നല്ല സമയമായിരിക്കും. യാത്രകൾ കൊണ്ട് പ്രയോജനമുണ്ടാകും. അയൽപ്പക്കക്കാരും ബന്ധുക്കളുമായി ഒരു നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കും. എന്നാൽ തൻ്റെ കാരണത്താൽ അല്ലാതെ ഈ പറഞ്ഞവർ ഒരു വാഗ്വാദമുണ്ടാകും, അഭിപ്രായ വ്യത്യാസമുണ്ടാകും, പ്രത്യേകിച്ച് സ്ത്രീകളുമായി. പ്രണയിതാക്കൾ ഈ കാലയളവിൽ സംയമനം പാലിക്കുക, സംസാരത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഇനി നമുക്ക് ഇടവൻ രാശി എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം ചേരുന്ന ഇടവൻ രാശിക്ക് ശുക്രൻ രാശിനാഥനും 6ആം ഭാവാധിപതിയുമാണ്. ജൂൺ 12 മുതൽ ശുക്രൻ നിങ്ങളുടെ രാശിയുടെ ധനഭാവമായ 2-ൽ ബുധൻ്റെ വീട്ടിൽ സഞ്ചരിച്ചു തുടങ്ങുന്നു. ബുധൻ്റെ വീട്ടിൽ ശുക്രൻ കംഫർട്ടബിളാണ്. കാരണം ബുധനും ശുക്രനും മിത്രങ്ങളാണ്. നിങ്ങൾക്ക് ധനം വന്നുകൊണ്ടിരിക്കും. കിട്ടാതിരുന്ന പണം വന്നു ചേരും. ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് ലഭ്യമാകും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും.
ചിലർക്ക് സ്ത്രീകൾ മൂലം ധനം കിട്ടും. ചിലപ്പോൾ അമ്മയിൽ നിന്നും സഹോദരിമാരിൽ നിന്നോ ഭാര്യയിൽ നിന്നോ അതുമല്ല നിങ്ങളുടെ അടുത്ത് പരിചയമുള്ളവരിൽ നിന്നോ ധനനേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അപ്രതീക്ഷിത ധനം കയ്യിൽ വന്നു ചേരും. തൊഴിൽ രംഗം മെച്ചപ്പെടും. തൊഴിലിലൂടെ വരുമാനം വർദ്ധിക്കും. പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. നിങ്ങളുടെ സംസാരം മറ്റുള്ളവരെ ആകർഷിക്കും. നേത്രരോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത, പ്രത്യേകിച്ച് വലത്തെ കണ്ണിന്. മിഷ്ടാന്നമായ പുതിയ തരം ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള അവസരമുണ്ടാകും. ചിലരുടെ ജീവിത പങ്കാളിക്ക് രോഗം വരാൻ സാധ്യത, എന്നാൽ വളരെ ഗുരുതരമായ രോഗമായിരിക്കില്ല. അധിക ചിലവുണ്ടാകും. കുട്ടികൾ മൂലം മനസ്സന്തോഷം. പഠനത്തിൽ അവർക്ക് മികവ് പുലർത്താൻ സാധിക്കും. ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കാനും യോഗം കാണുന്നു. മിഥുനൻ രാശി. മകയിര്യം അവസാന 2 പാദം, തിരുവാതിര പുണർതം ആദ്യ പാദം ചേരുന്ന മിഥുനൻ രാശിക്ക് ശുക്രൻ 5ഉം 12ഉം ഭാവാധിപതിയാണ്. കൂടാതെ മിഥുനൻ രാശിക്ക് യോഗാധിപതി കൂടിയാണ് ശുക്രൻ. ജൂൺ 12 മുതൽ നിങ്ങളുടെ രാശിയിൽ തന്നെ സഞ്ചരിക്കുകയാണ് ശുക്രൻ. പൊതുവെ ഒരു ഉണർവ് നിങ്ങളിലുണ്ടാകും. അണിഞ്ഞൊരുങ്ങി നടക്കാൻ താൽപ്പര്യം. അതിനൂതന വസ്ത്രങ്ങൾ നിങ്ങൾ വാങ്ങും. അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ കൂടുതലായി ഉപയോഗിക്കും. കുട്ടികൾ മൂലം മനസ്സന്തോഷം. കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് സന്താനയോഗം. കുടുംബക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും മറ്റു മഹാക്ഷേത്രങ്ങളിൽ പോകാനും അവസരമുണ്ടാകും. വിദേശ ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നവർക്ക്, പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ, മീഡിയ, അഡ്വർടൈസിംഗ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി ലഭിക്കും. അതുപോലെ കുടുംബവുമായി വിദേശയാത്ര പോകാൻ അവസരം. അകന്നു കഴിഞ്ഞ ദമ്പതിമാർ ഒത്തുചേരും. വിവാഹത്തിനായി കാത്തിരുന്നവർക്ക് വിവാഹം കൈകൂടും. പ്രണയിതാക്കൾക്കും മംഗല്യഭാഗ്യം. ചിലർക്ക് പുതിയ പ്രണയം ഉടലെടുക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് അഭിവൃദ്ധിയും ലാഭവും. ജുവല്ലറി, ബോട്ടിക്, പാർലർ, ഓട്ടോമോട്ടീവ്, പെർഫ്യൂം ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അകന്നു കഴിഞ്ഞ മക്കൾ അരികിലെത്തും. പഠനത്തിനോ ജോലിയിലോ വിദേശത്ത് കഴിയുന്ന നിങ്ങളുടെ കുട്ടികളെ അവിടെ പോയി കാണാനുള്ള അവസരം ചിലർക്കുണ്ടാകും. സംഗീതം, സിനിമ, സീരിയൽ മേഖലയിലുള്ളവർക്കും നല്ല സമയമാണ്. അവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകും. മറ്റുള്ളവർക്ക് നിങ്ങളിൽ ആകർഷണമുണ്ടാകും. നിങ്ങൾക്ക് അനുകൂലമായ ജാതക ദശാഭുക്തിയാണോ നടക്കുന്നതെന്ന് നോക്കുക. ശുക്രൻ അനുകൂല സ്ഥിതിയിലാണോ എന്നൊക്കെ ജാതകാൽ നോക്കണം. ശുക്രദശ നടക്കുന്നവർക്കും ഈ കാലയളവ് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നതാണ്. കർക്കിടകൻ രാശി. പുണർതം അവസാന കാൽപാദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൻ രാശിക്ക് ശുക്രൻ 4ഉം 11ഉം ഭാവാധിപതിയാണ്. ജൂൺ 12 മുതൽ ശുക്രൻ നിങ്ങളുടെ വ്യയസ്ഥാനമായ 12ൽ സഞ്ചരിക്കുന്നു. ശുക്രൻ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഗ്രഹമായതിനാൽ മറഞ്ഞു നിൽക്കുന്നത് നല്ലതാണ്. സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ചിലവഴിക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണിക്കോ വാഹനത്തിൻ്റെ റിപ്പയറിങ്ങിനോ പണം ചിലവാക്കുന്ന അവസ്ഥയുണ്ടാകും. മാതാവിന് രോഗാരിഷ്ടതകൾ, അതുമൂലം ആശുപത്രിവാസം. കുടുംബസൗഖ്യത്തിനായി പണം ചിലവാക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം ഉണ്ടാകുമെങ്കിലും അതിലേറെ ചിലവുണ്ടാകുന്നതാണ്. ദമ്പതിമാർ തമ്മിൽ ഐക്യത്തിൽ കഴിയില്ല. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി പെട്ടെന്ന് ആകർഷിക്കപ്പെടും. ചിലർക്ക് രഹസ്യബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ലോൺ അല്ലെങ്കിൽ കടം വാങ്ങി ആഡംബര ജീവിതം നയിക്കാനുള്ള ഒരു മനോനില ഉണ്ടാകും. ജോലി സംബന്ധമായ മാറ്റങ്ങൾ ഉണ്ടാകാം. ചിലർ ഉള്ള ജോലി വിട്ട് പുതിയ ജോലിക്ക് ശ്രമിക്കും. നിലവിൽ ജോലിയില്ലാത്തവർ ശ്രമിച്ചാൽ ജോലി ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ചയുണ്ടാകും. പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾക്ക് ഉന്നത പഠനത്തിന് വിദേശത്ത് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ വിദേശ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ജാതകത്തിൽ ശുക്രൻ അനുകൂലമാണോ എന്ന് നോക്കുക. ഇത് ഒരു പൊതുഫലമാണ്. ഇനി നമുക്ക് ചിങ്ങൻ രാശിയെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. മകം, പൂരം, ഉത്രം ആദ്യ കാൽപാദം ചേരുന്ന ചിങ്ങൻ രാശിക്ക് ശുക്രൻ 3ഉം 10ഉം ഭാവാധിപതിയാണ്. ശുക്രൻ ചിങ്ങൻ രാശിക്ക് അനുകൂലമല്ലാത്ത ഗ്രഹമാണ്.
ജൂൺ 12 സർവാഭിഷ്ടസ്ഥാനമായ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ തൊഴിൽപരമായ മാറ്റങ്ങളുണ്ടാകും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടും. നിലവിൽ ജോലിയിലുള്ളവർക്ക് നല്ല സമയമാണ്. സിനിമ, സീരിയൽ, സംഗീതം, പരസ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. ധനനേട്ടം കൈവരിക്കും. ചിലർ ബിസിനസ് സ്വന്തമായി ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. നിങ്ങൾ ഏറ്റെടുക്കുന്ന ഉദ്യമങ്ങൾ വിജയിക്കും. സഹോദരങ്ങളാൽ നിങ്ങളുടെ ഉദ്യമങ്ങൾക്ക് സഹായം കിട്ടും. നിങ്ങൾക്ക് സഹോദരിമാരുണ്ടെങ്കിൽ അതിൽ ഒരു സഹോദരി മൂലം നിങ്ങൾക്ക് ധനനേട്ടമുണ്ടാകുന്നതാണ്. സമൂഹ മധ്യത്തിൽ നിങ്ങൾ അറിയപ്പെടും. ഉപജയസ്ഥാനമായ 11 ഏത് ഗ്രഹം നിന്നാലും നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കർമാധിപതിയായ ശുക്രൻ 11 വരുമ്പോൾ തൊഴിൽ സംബന്ധമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. നിലവിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അധിക ലാഭം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ നീണ്ടകാലത്തെ ആഗ്രഹങ്ങൾ സാധിക്കും. പൊതുവെ നിങ്ങളുടെ അഭിലാഷങ്ങളെല്ലാം സബലീകരിക്കാൻ പറ്റുന്ന സമയമാണിത്. സുഹൃത്തുക്കൾ മുഖേന നേട്ടങ്ങളുണ്ടാകും. നിങ്ങൾക്ക് പല വഴികളിലൂടെ ധനം വന്നുകൊണ്ടിരിക്കും. കുട്ടികളാൽ മനസ്സന്തോഷം. സന്താനത്തിനായി ദീർഘനാൾ കാത്തിരുന്നവർക്ക് സന്താനയോഗം. സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. യൂട്യൂബർമാർക്ക് നല്ല സമയമാണ്. ഇത് ഒരു പൊതുഫലമാണ്. നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുസരിച്ചും ജാതകത്തിലെ ശുക്രൻ്റെ സ്ഥിതി അനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്. ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം ചേരുന്ന കന്നിരാശിക്കാർക്ക് ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ ജൂൺ 12 കർമ്മസ്ഥാനമായ മിഥുനത്തിൽ സഞ്ചരിച്ചു തുടങ്ങും. ഭാഗ്യാധിപതിയും ധനാധിപതിയും കർമ്മസ്ഥാനത്ത്. ശുക്രൻ നിങ്ങൾക്ക് യോഗം ചെയ്യുന്ന ഗ്രഹമാണ്. കർമ്മമേഖല പുഷ്ടിപ്പെടും. കർമ്മരംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. ധനവരവുണ്ടാകും. ചിലർ കുടുംബ ബിസിനസ് ഏറ്റെടുത്ത് നടത്തും. സിനിമ, സീരിയൽ, സംഗീത മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും. വീട്, വാഹനം, വസ്തു ഇവ വാങ്ങാൻ യോഗമുണ്ടാകും. കാറ്ററിംഗ് ബിസിനസ് നടത്തുന്നവർക്കും നല്ല സമയമാണ്. മാതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടും. ചിലർ പുതിയ വീട്ടിലേക്ക് താമസം മാറും. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതാണ്, പ്രത്യേകിച്ച് ബാങ്കിങ്, ഫിനാൻസ് മേഖലയിൽ. നിലവിൽ ഈ രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കാനും സാധ്യത കാണുന്നു. ജോലിസ്ഥലത്ത് ചിലർക്ക് സ്ത്രീകൾ മൂലം കലഹം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കർമ്മസംബന്ധമായ തടസ്സങ്ങൾ മാറും. ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കപ്പെടുന്നതാണ്. സഹോദരങ്ങളാലുള്ള അഭിപ്രായ വ്യത്യാസം തുടരും. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ നീണ്ടുപോകും. പ്രത്യേകിച്ച് പൂർവിക സ്വത്ത് സംബന്ധമായ തീരുമാനങ്ങൾ വൈകുന്നതാണ്. തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദങ്ങൾ ചേരുന്ന തുലാം രാശിക്ക് ശുക്രൻ രാശിനാഥനും അഷ്ടമാധിപതിയുമാണ്. ഇപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ജൂൺ 12 മുതൽ ഭാഗ്യസ്ഥാനമായ മിഥുനത്തിൽ സഞ്ചാരം തുടങ്ങുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കും. ദാനധർമാദികൾ ചെയ്യും. വിദേശയാത്രകൾക്ക് അവസരമുണ്ടാകും. വിദ്യാർത്ഥിനികൾക്ക് ഉപരിപഠനത്തിന് വിദേശത്ത് പോകാൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും നല്ല സമയമാണ്. പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിവാഹയോഗം. കുടുംബാംഗങ്ങളുമായും സ്ത്രീകളുമായും നല്ല ബന്ധം സ്ഥാപിക്കും. ജീവിത പങ്കാളിയുമായി കൂടുതൽ സമയം ചിലവഴിക്കും. പുതിയ പ്രേമബന്ധം ചിലർക്ക് ഉണ്ടാകും. ആഡംബര വസ്തുക്കളും വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങാനുള്ള ആഗ്രഹം വർദ്ധിക്കും. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും രോഗാരിഷ്ടതകളുണ്ടെങ്കിൽ അതിന് ശമനമുണ്ടാകുന്നതാണ്. വീടോ വാഹനമോ വാങ്ങാൻ അവസരമുണ്ടാകും. പതിവിലുമധികം ആത്മവിശ്വാസവും സന്തോഷവും ഉണ്ടാകും. ഒരു സ്ത്രീ മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നതാണ്. ജോലി സംബന്ധമായോ ബിസിനസ് സംബന്ധമായോ യാത്രകൾ വേണ്ടിവരും. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റിന് അംഗീകാരം ലഭിക്കും. അനുകൂല ദശാഭുക്തിയും ശുക്രൻ്റെ ജാതകത്തിലെ അനുകൂല സ്ഥിതിയും നിങ്ങൾക്കുണ്ടെങ്കിൽ കൂടുതൽ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം,
അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്ക് ശുക്രൻ 7ഉം 12ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ 7ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ ജൂൺ 12 മുതൽ അഷ്ടമത്തിൽ മിഥുനൻ രാശിയിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ ദമ്പതിമാർക്കിടയിൽ ചില അസ്വാരസ്യങ്ങളുണ്ടാകും. ചിലർ അകന്നു കഴിയാനുള്ള സാഹചര്യം സംജാതമാകും. ചിലരുടെ ജീവിത പങ്കാളിക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാകാം. ഇതുമൂലം മാനസിക പിരിമുറുക്കമുണ്ടാകും. ആശുപത്രിവാസത്തിനും സാധ്യത കാണുന്നു. ഈ കാലയളവിൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധ അത്യാവശ്യമാണ്. വാഹനാപകടങ്ങൾക്ക് സാധ്യത കാണുന്നു. വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതായി വരും. സാമ്പത്തികം സ്ത്രീകൾ മുഖേന അപ്രതീക്ഷിത സമയത്ത് ലഭിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രതീക്ഷിക്കാത്ത മുന്നേറ്റമുണ്ടാകും. പൂർവികരിൽ നിന്നും ധനമോ വീടോ ലഭിക്കാൻ സാധ്യത കാണുന്നു. അതുപോലെ ജോലി സ്ഥലത്തോ പൊതുരംഗത്തു നിന്നോ ശത്രുക്കളുടെ ശല്യം ഉണ്ടാകാം. ഈ കാലയളവിൽ ചില രഹസ്യബന്ധങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിരുവിട്ട ബന്ധങ്ങൾ പിന്നെ പേരുദോഷത്തിന് വഴിവെക്കുന്നതാണ്. ജാതകാൽ ശുക്രൻ അനുകൂല സ്ഥിതിയിലോ അനുകൂലമായ ദശാഭുക്തിയോ നടക്കുകയാണെങ്കിൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. കുടുംബത്തിൽ കുറച്ച് സ്വസ്ഥതയും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കും. ചിലർക്ക് ഭക്തി വർദ്ധിക്കുന്നതാണ്. ആഡംബര ചിലവുകൾ ഉണ്ടാകും. വിദേശ ബന്ധങ്ങൾ വഴി കുറച്ച് ധനം ലഭിക്കാനും നിങ്ങൾക്ക് അവസരമുണ്ടാകും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം ചേരുന്ന ധനുരാശിക്ക് ശുക്രൻ 6ഉം 11ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ 6ൽ സഞ്ചരിക്കുന്ന ശുക്രൻ ജൂൺ 12 മുതൽ സപ്തമസ്ഥാനമായ മിഥുനൻ രാശിയിൽ 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 6ാം ഭാവാധിപതി 7ൽ. നിങ്ങൾ വിവാഹിതനാണെങ്കിൽ ഭാര്യയ്ക്ക് ചില അസുഖങ്ങളൊക്കെ ബാധിച്ചേക്കാം. അതുപോലെ അഭിപ്രായ വ്യത്യാസം, അകൽച്ച മുതലായവ ഉണ്ടാകും. ചിലപ്പോൾ ഡിവോഴ്സിന് ദമ്പതിമാരിൽ ആരെങ്കിലും ശ്രമിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും ഉടലെടുക്കാം. പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കി പോയാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. ചിലർക്ക് പുതിയ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന വൃശ്ചികൻ രാശിക്കാരാണ് നിങ്ങളെങ്കിൽ പങ്കാളികൾ ചിലപ്പോൾ നിങ്ങളെ ചതിച്ചേക്കാം. ബിസിനസ്സിൽ കേസ് വഴക്കിന് സാധ്യത കാണുന്നു. ആയതിനാൽ ശ്രദ്ധ അത്യാവശ്യമാണ്. ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നേട്ടമായിരിക്കും ഫലം. നിങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ആവശ്യമാണ്. അടിവയറിന് അസുഖം, പൈൽസ് മുതലായ രോഗങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ രഹസ്യഭാഗത്ത് രോഗങ്ങളുണ്ടാകാനും സാധ്യത കാണുന്നു. ശുക്രൻ തൻ്റെ മിത്രമായ ബുധൻ്റെ വീട്ടിൽ നിൽക്കുന്നതിനാൽ രോഗങ്ങൾ വന്നാലും എത്രയും പെട്ടെന്ന് ഭേദമാകുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികൾക്ക് വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനും അവസരമുണ്ടാകും. മകരൻ രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം ചേരുന്ന മകരൻ രാശിക്ക് ശുക്രൻ 5ഉം 10ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ 5ൽ സഞ്ചരിക്കുന്ന ശുക്രൻ 6ൽ മിഥുനൻ രാശിയിൽ സഞ്ചാരം തുടങ്ങുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാകാം. നിങ്ങൾക്ക് ജന്മശനിയുടെ അവസാന ഘട്ടമാണ്. പ്രണയബന്ധങ്ങൾ ശത്രുതയിൽ അവസാനിക്കും. പരസ്പര വിശ്വാസം നഷ്ടപ്പെടാം. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് രോഗാരിഷ്ടതകൾ ഉണ്ടാകാം. സന്താനത്തിനായി കാത്തിരിക്കുന്നവർക്ക് കുറച്ച് നാൾ കൂടി കാത്തിരിക്കേണ്ടതായി വരും. ഇപ്പോൾ ഗർഭിണികളായിട്ടുള്ളവരാണെങ്കിൽ സർജറി മൂലം സന്താനമുണ്ടാകും. നിങ്ങൾക്ക് പ്രായമേറിയ മക്കളുണ്ടെങ്കിൽ അവരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും. നിങ്ങളുടെ ആരോഗ്യനില ശ്രദ്ധിക്കേണ്ടതാണ്. നേത്രരോഗം, ഉദരസംബന്ധമായ രോഗം, പൈൽസ് പോലുള്ള രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ചില മനപ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട്. വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചു നാൾ കാത്തിരിക്കേണ്ടി വരും. ജാതകാൽ അനുകൂല ദശാഭുക്തിയും ശുക്രൻ്റെ അനുകൂല സ്ഥിതിയുമാണെങ്കിൽ ചിലർക്ക് വിവാഹം നടക്കും. മറ്റു ചിലർക്ക് അന്യമതത്തിൽ നിന്നോ വിദേശ രാജ്യങ്ങളിൽ നിന്നോ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ്. വാഹനമുള്ളവർക്ക് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. ആഡംബര വസ്തുക്കൾക്കായി അധിക ചിലവുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്നവർക്ക് വിദേശ സർവകലാശാലകളിൽ പ്രവേശനം ലഭിക്കും. സ്ത്രീകൾ മുഖേന കേസുകൾ ഉണ്ടാകാനോ വാഗ്വാദങ്ങൾ ഉണ്ടാകാനോ സാധ്യത കാണുന്നു. കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരുരുട്ടാതി ആദ്യ 3 പാദങ്ങൾ ചേരുന്ന കുംഭൻ രാശിക്ക്
ശുക്രൻ 4ഉം 9ഉം ഭാവാധിപതിയാണ്. നിലവിൽ സുഖസ്ഥാനമായ 4ൽ സഞ്ചരിക്കുന്ന ശുക്രൻ ജൂൺ 12 മുതൽ പഞ്ചമസ്ഥാനമായ 5ൽ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ഇത് വളരെ നല്ലൊരു സ്ഥാനമാണ്. നിങ്ങൾക്ക് ഗുണഫലങ്ങൾ പല വഴികളിലൂടെ ഉണ്ടാകും. നിങ്ങളുടെ മാതാവിന് ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭേദപ്പെടും. മാതാവിൽ നിന്നും ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കാൻ സാധ്യത. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം. വിദേശത്ത് പഠിക്കാൻ യോഗം. ഇതുവരെ വീടില്ലാതിരുന്ന ചില കുംഭൻ രാശിക്കാർക്ക് വീടോ വസ്തുവോ വാഹനമോ വാങ്ങാൻ അവസരമുണ്ടാകും. സന്താനത്തിനായി കാത്തിരുന്നവർക്ക് സന്താനയോഗം. പ്രണയിതാക്കൾക്ക് ഇതൊരു നല്ല കാലമാണ്. കുടുംബദേവതയുടെ അനുഗ്രഹം ഈ കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ സമയത്ത് ബുദ്ധിപരമായി ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും. ആത്മീയ യാത്രകൾ പോകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ബിസിനസ് രംഗത്തുള്ളവർക്കും പ്രശസ്തി ഉണ്ടാകും. സർക്കാരിൽ നിന്ന് സഹകരണമുണ്ടാകും. ശുക്രൻ കുംഭൻ രാശിക്കാർക്ക് യോഗാധിപതി കൂടിയാണ്. നല്ല ഫലങ്ങൾ ധാരാളം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മീനൻ രാശി. പൂരൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് ശുക്രൻ 3ഉം 8ഉം ഭാവാധിപതിയാണ്. ശുക്രൻ മീനത്തിന് അനുകൂല ഗ്രഹമല്ല. നിലവിൽ 3ൽ സഞ്ചരിക്കുന്ന ശുക്രൻ ജൂൺ 12 മുതൽ സുഖസ്ഥാനമായ 4ൽ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നു. നിങ്ങൾ നേരത്തെ ചെയ്തു വന്ന കഠിനാധ്വാനത്തിന് ഇപ്പോൾ മനസ്സന്തോഷം ലഭിക്കുന്ന വാർത്തകളുണ്ടാകും. സുഖസൗകര്യങ്ങൾ അനുഭവിക്കാൻ കഴിയും. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ നേട്ടം. വസ്തുവോ വീടോ വിൽക്കുന്നത് വഴി അധിക ധനം. ധാരാളം യാത്രകൾ നടക്കുന്ന സമയമായിരിക്കും. മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിരിക്കും. ഇളയ സഹോദരങ്ങളാൽ സന്തോഷമുണ്ടാകും, പ്രത്യേകിച്ച് സഹോദരിമാരിൽ നിന്നും. ഉദ്യമങ്ങൾ വിജയിക്കും. വാഹനം, വീട്, വസ്തു മുതലായവയിൽ നിന്ന് ആദായമോ ഇവ മൂലം സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുകയോ ചെയ്യും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുക, അലങ്കരിക്കുക, അല്ലെങ്കിൽ നിലവിലെ വീട് വിട്ട് മറ്റൊരു സൗകര്യപ്രദമായ വീട്ടിലേക്ക് താമസം മാറുക. പൊതുവെ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ വീട്ടിലെ സുഖസൗകര്യങ്ങളെക്കുറിച്ചായിരിക്കും. അതേപോലെ തന്നെ മാതാവിൻ്റെ സൗകര്യത്തിന് വേണ്ടി പല നല്ല കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കും. ചെറിയ വീടാണെങ്കിലും അത് ഭംഗിയായി അലങ്കരിക്കുന്നതിൽ താല്പര്യമുണ്ടാകും. ഓട്ടോമോട്ടീവ്, ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട്, ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ നേട്ടം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ്. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുസരിച്ചും ശുക്രൻ്റെ സ്ഥാനമനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.